ഗണേശൻ ഒന്നാം ട്രാക്കിൽ, രണ്ടാം ട്രാക്കിൽ 18-ാം നമ്പർ വള്ളം വെള്ളംകുളങ്ങര, അതെ ജൂനിയർ UBC KC കുഞ്ഞുവാൻ ക്യാപ്റ്റനായിട്ടുള്ള വെള്ളംകുളങ്ങര. മൂന്നാം ട്രാക്കിൽ 2-ാം നമ്പർ വള്ളം ആനാരി പുത്തൻചുണ്ടൻ, പിറവം ബോട്ട് ക്ലബ് തുഴയുന്ന ഏലിയാസ് വർഗീസ് ക്യാപ്റ്റനായിട്ടുള്ള ആനാരി പുത്തൻചുണ്ടൻ. 4-ാം ട്രാക്കിൽ തുഴയുന്ന പേര് കേട്ട പ്രശസ്തനായിട്ടുള്ള കാരിച്ചാൽ ചുണ്ടൻ, ഫ്രീഡം ബോട്ട് ക്ലബ് ജിജി ജേക്കബ് പൊള്ളയിൽ തോട്ടുവാത്തല ക്യാപ്റ്റനായിട്ടുള്ള കാരിച്ചാൽ ചുണ്ടൻ. അങ്ങനെ 4 പ്രശസ്തമായ വള്ളങ്ങളാണ് 4-ാം ഹീറ്റ്സിൽ പങ്കെടുക്കുന്നത്. ശ്രീ ഗണേശനെ കുറിച്ച് പറയുവാണെങ്കിൽ തുഴച്ചിൽ പാരമ്പര്യമുള്ള കുമരകംകാരുടെ കരുത്തിലാണ് പുന്നമടയിലേക്ക് തുടർന്ന ശ്രീ ഗണേശൻ വന്നിരിക്കുന്നത്. 1998 കുമരകം ടൗൺ ക്ലബ് രൂപീകരിച്ചത്. 1999 കന്നി അംഗത്തിൽ തന്നെ ആലപ്പാട് ചുണ്ടനിലെത്തി നെഹ്റു ട്രോഫി നേടി. 2004 ചെറുതന ചുണ്ടനിലും 2005 6-7 വർഷങ്ങളിൽ പായിപ്പാട് ചുണ്ടനിലും 2010 ജവഹർ തായങ്കരി ചുണ്ടനിലും എത്തി നെഹ്റു ട്രോഫി നേടിയ ചരിത്രമുള്ള ക്ലബ്ബാണ് കുമരകം ബോട്ട് ക്ലബ്. അതിന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നുള്ള ഒരു ഫിനിഷിംഗ് പോയിന്റിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. നമുക്ക് അറിയാം, ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ അല്പം നീളം കുറവാണ് ഈ വർഷത്തെ ട്രാക്ക്. 1210 മീറ്ററുകൾ മാത്രമാണുള്ളത്. സുഗമമായ നടത്തിപ്പിന് വേണ്ടിയാണ് ട്രാക്കിന്റെ നീളം കുറച്ചിരിക്കുന്നത്. ട്രാക്കുകൾക്ക് വളവുകളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരേ ആഴത്തിൽ ഒരേ രീതിയിൽ തുഴയത്തക്ക രീതിയിൽ അതിൽ മത്സരബുദ്ധിയോടുകൂടി തന്നെ യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ലാതെ നല്ല മത്സരത്തോടുകൂടി നല്ല വീറോടും വാശിയോടും കൂടി തുഴയുന്ന വള്ളം തന്നെ മുന്നിലെത്തും എന്ന ഉറപ്പോടുകൂടിയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റിലും ഫിനിഷിംഗ് പോയിന്റിലും ഒക്കെ ഈ വർഷം സജ്ജീകരണങ്ങൾ നടത്തിയിരിക്കുന്നത്. ഈ ശ്രീ ഗണേശനിൽ തുഴയുന്നത് കുമരകം ബോട്ടുകാരാണ്. കുമരകം, കരിമഠം, 900 എന്നീ പ്രദേശങ്ങളിലെ ആളുകളാണ് ഈ ക്ലബിലെ അംഗങ്ങൾ. അപ്പർ കുട്ടനാടൻ ശൈലിയിലാണ് ശ്രീ ഗണേശൻ തുഴയുന്നത്. 81 തുഴച്ചിൽക്കാർ, 5 പങ്കായക്കാർ, 9 നിലയാളടക്കം 95 പേർ മത്സര സമയത്ത് ശ്രീ ഗണേശൻ ഉണ്ടാകും. പഴയ പായ്പാട് വള്ളമാണ് ശ്രീ ഗണേശനായി വന്നിരിക്കുന്നത്. 52.25 കോൽ നീളവും 51 അംഗുലം വീതിയുമാണ് ചുണ്ടനുള്ളത്. 2006 ഹീറ്റിൽ ഏറ്റവും കുറഞ്ഞ സമയത്ത്, അതായത് 4.44 സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത് സ്വന്തം പേരിൽ നേട്ടമുള്ള ചുണ്ടൻ കൂടെയാണ് ശ്രീ ഗണേശൻ. ശ്രീ ഗണേശനൊപ്പം വരുന്നത് പ്രശസ്തനായിട്ടുള്ള കാരിച്ചാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൈനകേരി ഇതാ മിഡ് പോയിന്റിൽ ഏതാണ്ട് മധ്യഭാഗത്ത് എത്തിയിരിക്കുന്നു. ആദ്യം എത്തിയിരുന്ന വള്ളം കാരിച്ചാൽ. കൈനകേരി, കുട്ടമംഗലം, നെഹ്റു ട്രോഫി വാർഡ്, എടത്വ എന്നീ പ്രദേശങ്ങളിലെ മിടുക്കന്മാരായ തുഴച്ചിൽക്കാരുടെ കൂട്ടായ്മയിൽ ഈ വർഷം രൂപീകരിച്ച ഫ്രീഡം ബോട്ട് ക്ലബ് ആലപ്പുഴയാണ് നെഹ്റു ട്രോഫിയിൽ ഇത്തവണ കാരിച്ചാൽ തുഴയുന്നത്. ഇതാ 2 വള്ളങ്ങൾ ഒപ്പത്തിനൊപ്പം പൊരുതുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ശ്രീ ഗണേശനും കാരിച്ചാലും തമ്മിലുള്ള മത്സരം. കാരിച്ചാൽ ജിജി ജേക്കബ് പൊള്ളയിലാണ് കാരിച്ചാലിന്റെ ക്യാപ്റ്റൻ. പള്ളാത്തുരുത്തിയിൽ പരിശീലന തുഴച്ചിൽ നടത്തിയാണ് തുഴച്ചിൽക്കാരെ തെരഞ്ഞെടുത്തത്. കാരിച്ചാലിൽ ഇത്തവണ 79 തുഴച്ചിൽക്കാർ, 5 പങ്കായക്കാർ, 7 നിലയാൾ എന്നിവർ മത്സര സമയത്തുണ്ട്. കാരിച്ചാൽ സ്വദേശികളായിട്ടുള്ള 409 ഓഹരി ഉടമകളാണ് ഈ ചുണ്ടൻ. 1970 നീരണിഞ്ഞ കാരിച്ചാൽ ചുണ്ടന് 51.25 നീളവും 52 അംഗുലം വീതിയുമുണ്ട്. കാരിച്ചാൽ ചുണ്ടൻ 14 തവണയാണ് നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടിട്ടുള്ളത്. കാരിച്ചാൽ തന്നെയാണ് മുന്നിൽ. കാരിച്ചാൽ തന്നെ 1973, 74, 75, 76, 80, 82, 83, 84, 86, 87, 2000, 2001, 2003, 2008 വർഷങ്ങളിലെ നെഹ്റു ട്രോഫി വിജയിയായിട്ടുള്ള കാരിച്ചാൽ തന്നെയാണ് ഇപ്പോൾ മുന്നിൽ. ചക്രവർത്തിയാണ് ജലമേളകളിൽ കാരിച്ചാൽ. അതെ, കാരിച്ചാൽ തന്നെ ഫ്രീഡം ബോട്ട് ക്ലബ് കൈനകരി തുഴയുന്ന ജിജി ജേക്കബ് പൊള്ളയിലായിട്ടുള്ള ക്യാപ്റ്റനായിട്ടുള്ള 3-ാം നമ്പർ വള്ളം 4-ാം ട്രാക്കിൽ തുഴയുന്ന കാരിച്ചാൽ ജലരാജാവാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ചമ്പക്കുളം മൂലവള്ളംകളിയിലും അല്പസ്വല്പം തർക്കത്തിന് ശേഷം വിജയായിട്ട് പ്രഖ്യാപിച്ചത് കാരിച്ചാൽ തന്നെയാണ്. ഇതാ ഫ്രീഡം ബോട്ട് ക്ലബ് തുഴയുന്ന കാരിച്ചാൽ, ജിജി ജേക്കബ് പൊള്ളയ്ക്കായിട്ടുള്ള കാരിച്ചാൽ ഫിനിഷിംഗ് പോയിന്റിന് സമീപം എത്തിയിരിക്കുന്നു. അതെ, അവര് തന്നെ കാരിച്ചാൽ. രണ്ടാമതായിട്ട് തുഴയുന്നത് ശ്രീ ഗണേശൻ, ടൗൺ ബോട്ട് ക്ലബ് കുമരകം, ടോമിച്ചൻ മുളക് പാടം. അങ്ങനെ കുട്ടനാട് ശൈലിയിൽ തുഴഞ്ഞ 2 വള്ളങ്ങൾ കാരിച്ചാൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന. ഒന്നാമതായിട്ട് ചുണ്ടൻ വള്ളങ്ങളുടെ 4-ാം നമ്പർ ഹീറ്റ്സിൽ 4-ാമത്തെ ട്രാക്കിൽ തുഴഞ്ഞ 3-ാം നമ്പർ വള്ളം കാരിച്ചാൽ. ഫ്രീഡം ബോട്ട് ക്ലബ് കൈനകരി തുഴഞ്ഞ കാരിച്ചാൽ 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. 2-ാം സ്ഥാനത്ത് ശ്രീ ഗണേശൻ, 3-ാം സ്ഥാനത്ത് ആനാരി പുത്തൻചുണ്ടൻ, പിറവം ബോട്ട് ക്ലബ് ഏലിയാസ് വർഗീസ് ക്യാപ്റ്റനായിട്ടുള്ള ആനാരി പുത്തൻചുണ്ടൻ, 4-ാം സ്ഥാനത്ത് വെള്ളംകുളങ്ങര. തുടർന്നുള്ള വിവരം ശ്രീ ഹരികുമാർ വലയത്ത് നൽകും.
നന്ദി ചെറിയ അലക്സാണ്ടർ. ഹീറ്റ് നമ്പർ 4 ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം അവസാനിക്കുമ്പോൾ കാരിച്ചാൽ ചുണ്ടൻ 14 തവണ ഇപ്പോൾ സ്ലോ മോഷൻ കാണുകയാണ്. 14 തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട കാരിച്ചാൽ ചുണ്ടൻ ഇതാ 4ാമത്തെ ഹീറ്റ്സിൽ 4ാമത്തെ ട്രാക്കിലൂടെ 1ാമതായി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഫ്രീഡം ബോട്ട് ക്ലബ്ബ് കൈനഗരി അവരവതരിപ്പിച്ച ഈ